എന്റെ അമ്മേ. ഈ മരുന്ന് കണ്ടുപിടിച്ചൊരു ബുദ്ധി മാത്രമേ അങ്ങനെ ഉള്ളൂ. പരിശ്രമം മുഴുവൻ എന്റേതാ. 2 കൊല്ലമോ ഉറക്കോളിച്ച് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തത്. എനിക്ക് ഇവനെ കഴിച്ച് തടി വെച്ചിട്ട് വേണം ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ. ദൈവമേ രക്ഷിക്കണേ. ഇതെന്താണാവോ? ഈ സൾഫൂരിക് ആസിഡ് എങ്ങനെയും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. ഇതെന്താണാവോ ദൈവത്തിനറിയാം. ദൈവമേ എങ്ങനെയും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. സക്സസ്. കളറൊത്തു. ഇത് ഗുണം എന്താണാവോ? നീണ്ട് 2 വർഷത്തെ എൻ്റെ പരിശ്രമ ഫലം. ഞാൻ കണ്ടുപിടിച്ച ഒരു പുതിയ മരുന്ന്. അത് നിങ്ങളറിയാൻ, നിങ്ങളുടെ ജനങ്ങൾ അറിയാൻ. ആ മരുന്ന് എന്താണെന്നല്ലേ? ഐ വിൽ ഷോ യു 1 ഡെമോൺസ്ട്രേഷൻ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സംഭവിച്ചു. അദ്ദേഹം ഇപ്പൊ എങ്ങോട്ടാണോ പോയത്? കണ്ട, ഇതാണ് സാറ്. എളിമയുടെ പര്യായം. ഇത്രയും വലിയ മരുന്ന് കണ്ടുപിടിച്ചിട്ട് വല്ല ഗമേണ്ട. പോണ പോക്ക് കണ്ട. അദൃശ്യതയ്ക്കുള്ള മരുന്ന് തന്നെ അല്ലേ അത്? എന്താ സംശയം? അദ്ദേഹമായിട്ടൊരു ഇന്റർവ്യൂ. അതൊക്കെ പിന്നെ. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഈ എലി അപ്രത്യക്ഷമായില്ലേ? ദൈവമേ, കൊളാവൂൽ. സ്ഥിരം പരാതികൾ പറഞ്ഞ് നിന്നെ ബോറടിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ഉള്ളവനോട് ക്ഷമിക്കണമേ. ജീവിക്കാൻ വേണ്ടി ഒരു കച്ചവടം തുടങ്ങിയതാ ഈ കുഞ്ഞാട് ചെയ്ത ഏക തെറ്റ്. നീ ഒരു കുരിശേ ചുമന്നുള്ളൂ, ഞാൻ 3 എണ്ണമാ ചുമക്കുന്ന 3 തൊഴിലാളികൾ. അവന്മാര് കാരണം എനിക്കെന്നും പ്രശ്നങ്ങളാ. എല്ലാം അറിയുന്ന കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞോ? കർത്താവിനെ വിളിച്ചിട്ട് മാതാവാണോ കേട്ടത്? മാതാവല്ല, മറിയക്കുട്ടിയാ. ദൈവത്തിന്റെ മുന്നിൽ നിന്ന് അവരെങ്ങനെ കുറ്റം പറയരുത്. അവന്മാരെ കുറിച്ച് പറയുമ്പോ നിനക്കെന്താടി ഇത്ര ചൊറിച്ചില്ലേ? ആത്മാർത്ഥതയുള്ള പിള്ളേരാ അവര് 3 പേരും. ഓഹോ, ശമ്പളം ശരിക്ക് കൊടുക്കാഞ്ഞിട്ടും അവരായതുകൊണ്ട് അവിടെ ജോലിക്ക് നിൽക്കുന്നേ. ശമ്പളം കുമ്പളങ്ങ. അവന്മാരെ എനിക്കുണ്ടാക്കുന്ന നഷ്ടത്തിന് കാശ് ഇങ്ങോട്ട് തരണം. പിന്നെ അത്രയ്ക്ക് കുരുത്തം കേട്ടോമാരാ. എന്താ അവിടെ ഓടിക്കാൻ കേട്ട സ്ഥലം എഴുതി വെച്ചിരിക്കുന്ന എന്നെ രക്ഷിക്കണേ. ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കണത്? വാ നമുക്ക് നോക്കാം. വാടാ നോക്കാം. അയ്യോ, എന്നെ വിടൂ. അയ്യോ, അപ്പൊ വേണ്ട അപ്പുറത്തൊന്ന് നോക്കി തുറക്കാൻ പറ്റില്ല. ഓ ഇടിച്ചു പൊളിക്കണം. വാടാ ചവിട്ടി പൊളിക്കാം. കുളിക്കായിരുന്നല്ലേ? അയ്യോ, അപ്പൊ കുട്ട വിട്ടോടാ. സോറി. അയ്യോ, ഓടിക്കോ. അയ്യോ, നാട്ടുകാരി ഓടി വന്നേ. ലംബോദരൻ
പറ്റ് 26, വാറുണ്ണി കിട്ടാക്കട 156, കറിയാച്ചൻ പറ്റ് 56. പറ്റെഴുതി കയ്യക്ഷരം നന്നായി എന്നല്ലാതെ ഒരു പ്രയോജനമില്ല. ഈ കണക്കിന് പോയാൽ അടച്ചു പൂട്ടേണ്ടി വരും. ഓ, രാവിലെ തുടങ്ങി പിച്ചക്കാരുടെ ശല്യം. എന്റെ കർത്താവേ, എല്ലാം നശിപ്പിച്ചോ രാവിലെ തന്നെ. എന്തോന്നാടാ ഈ കോലത്തില്? പാലുകൊണ്ട് അഭിഷേകം നടത്തിയതാ. പാലഭിഷേകം നടത്താൻ നീ ആര്? ദേവസ്വം പൂജാരിയോ? ചാണ്ടി ചേട്ടാ, ആ. ഒരു അബദ്ധം പറ്റിയതാ. സ്ഥിരമായി അബദ്ധപ്പെട്ട നിന്റെ അപ്പനാര്? ചാർലി ചാപ്പ്. കുറച്ച് പേര് കൂടി ഞങ്ങളെയൊക്കെ തല്ലി. കൊണ്ടുപോയി പാലൊക്കെ തലക്കൂടെ വെച്ചു, തല്ലി പൊട്ടിച്ച് പത്രവും വലിച്ചീറി. എന്റെ ഈശോയെ, എല്ലാവരും കൂടി എന്നെ കുത്തുപാള എടുപ്പിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഇതെന്ത്? അയ്യോ, ഞങ്ങൾക്ക് എന്നാ പറ്റിയ ചാണ്ടി ചേട്ടൻ അറിയണ്ടേ? നിന്നെയൊക്കെ ആര് തല്ലിക്കൊന്നാലും എനിക്കൊരു ചുക്കുമില്ല. മേലാൽ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. നിന്നെയൊക്കെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഡിസ്മിസ്. എവിടുന്നോ തെണ്ടി തിരിച്ചു വന്ന് നിനക്കൊക്കെ എന്റെ സന്മസിനോട് ജോലി ചെയ്യുന്നില്ല. ആ എന്നോട് തന്നെ വേണമായിരുന്നോ? എനിക്ക് തൃപ്തിയായി. ചേട്ടാ, അങ്ങനൊന്നും പറയണ്ട. നാട്ടിൽ നിന്ന് വന്നപ്പോ ഞങ്ങളുടെ ഉണ്ടായിരുന്ന കാശ് മേടിച്ച് തിരുമറി നടത്തിയിട്ടില്ലേ ഞങ്ങൾക്കൂടെ ജോലി വന്ന്. എന്റെ 3000 രൂപ വാങ്ങിച്ചില്ല, അതും കൊടുത്താ. എന്റെ നിന്റെ 2500, നിന്റെ 3000. മൊത്തം 9000 ഉലുവ. അത് തന്നെ പ്രസന്റ് തരുമല്ലോ. പിന്നെ നിന്റെ ഒക്കെ ശമ്പളം ഇപ്പഴെന്റെ ഇല്ല. അത് തന്ന് തീർക്കുന്നവരെ നീയൊക്കെ ഇതുപോലെ തകർത്ത് മുടിച്ച് നശിപ്പിച്ച് പണ്ടോരടക്കി കഴിവേറ്. അല്ല, എന്താ ഇവിടെ ഒരു ബഹളം? നിന്റെ അപ്പൻ തവളക്കറിയാ ചത്തു. ശവടക്കിന് ആള് കൂടിയതാ. കയറി പൊടിയത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ. പൊടിയത്ത്. എന്റെ കർത്താവേ, എന്താ ഇത്? പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാവും. പരീക്ഷയെ പേടിച്ച 5ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി പരിപ്പ് വെച്ചോടം തുടങ്ങിയത്. വീണ്ടും പരീക്ഷയോ എന്റെ കർത്താവേ? താണ്ടേ എന്തോ ഇവിടെ ഇതാരേ? ശില്പി മിത്രോ? ഒരു കൊല പഴവും പിന്നെ 3 പാക്കറ്റ് ബ്രെഡും. ഇന്ന് എന്ത് പറ്റി മിത്ര? ബ്രേക്ക്ഫാസ്റ്റ് അല്പം കുറഞ്ഞു പോയല്ലോ. ഞാൻ തടി അല്പം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഓ, കാശ് എത്രയാന്ന് വെച്ചാ പറ്റില്ല എഴുതിക്കോ. പറ്റിപ്പോ എത്രയെന്നറിയോ? അവിടെ കളിമണ്ണ് കുഴച്ചു വെച്ചിരിക്കാ. ഉം. അത് ഉണങ്ങിപ്പോവേ. ഞാൻ ചെന്നിട്ട് വേണം പ്രതിമ ഉണ്ടാക്കാൻ. അത് നടക്കട്ടെ. തിന്നാൻ സമയമുണ്ടല്ലോ. ഭാഗ്യം. കാലത്തെ കണിയും മോശം, കൈനീട്ടവും മോശം. മിത്രൻ പറ്റ് 256 രൂപ. തണ്ടി ഒരു സിഗരറ്റ് വന്നടാ. ഇറക്കാൻ നടന്നോടാ കാലത്ത് തന്നെ. കാശ് കൊടുത്ത് വാങ്ങിച്ചൂടാ. ഈ ഒരെണ്ണത്തിന് വേണ്ടിയാണ് പാക്കറ്റ് വന്നു നടക്കുന്നത്. നാശം. പീസ് പറഞ്ഞു. പെണ്ണെ നിന്നെ ഇങ്ങനെയാക്കിയതാരാ? ജിങ്കിഞ്ചിക്ക, കിഞ്ചിക്ക, ജിങ്കിഞ്ചിക്ക, കിഞ്ചിക്ക, ജിങ്കിഞ്ചിക്ക, കിഞ്ചിക്ക, ജിങ്കിഞ്ചിക്ക. പെണ്ണെ നിന്നെ ഇങ്ങനെയാക്കിയതാരാ? അപ്പുണ്യോ? അപ്പുണ്യൊന്നും അവനടാ. അതിനുള്ള കഴിവൊന്നും അവനില്ലടാ. അതോടെ അപ്പുണ്ണി വരുന്നേ. നമുക്ക് അവനൊന്ന് വട്ടാക്കിയാലോ? അല്ല തന്നെ സോഡ ഗ്ലാസാ. വാടാ. അല്ല, ഇതാര്? സുലൈമാനാ? നിങ്ങളാ? നീ എന്താടാ ഇവിടെ? ഇവന്റെ മുതലാളിക്ക് കുറെ ഇടപാടുകളുണ്ട്. അത് ശരിയാക്കാൻ ഇറങ്ങിയതാ. അപ്പോ നീ ഇപ്പോഴും പഴയ മസിലൊരാളി തന്നെ. അല്ലാതെ എന്ത് ചെയ്യാനാടാ? ജീവിക്കണ്ടേ? അല്ല, നിങ്ങളെന്താ ഇവിടെ? ഇവന്മാരാ ചാണ്ടിയുടെ കടയിലെ ജോലിക്കാരല്ലേ? അതുകൊള്ളാം. നമ്മൾ ഫ്രണ്ട്സ് ആണെന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ ആ ചാണ്ടിയെ ഞാൻ പൊക്കുമ്പോ നിങ്ങൾ ഇടപെട്ടേക്കരുത്. ഏയ്, അത് ഈ ജന്മത്തിലുണ്ടാവില്ല. നീ വരുന്നവരൊന്ന് അറിയിച്ചാ മതി, ഞങ്ങൾ അപ്പം മുങ്ങിക്കോളാം. കറക്റ്റ്. നല്ല ആത്മാർത്ഥയുള്ള തൊഴിലാളികൾ. അതെ. അപ്പൊ നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാം. കൂടണ്ടേ? മറ്റേത് ശാസ്ത്രജ്ഞനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാണിച്ചു കൊടുക്കുന്നവർക്ക് 25 ലക്ഷം രൂപ പാരിതോഷികം. എന്റെ കർത്താവ്, അയാൾ എന്റെ മുന്നിലെങ്ങാനും കൊണ്ടിട്ടിരുന്നെങ്കിൽ 25 ലക്ഷം രൂപ കൊലക്ക്. ഇതാരാ ഇന്നലെ ഇവിടെ അയ്യോ, മുങ്ങുന്നതാ തടിക്ക് നല്ലത്. എന്താ ഉദ്ദേശം? കൊറേ നാളായല്ലോ ഈ പലിശ മുതലും തരാതെ മുങ്ങിക്കളി തുടങ്ങിയിട്ട്. കച്ചവടമൊക്കെ വളരെ മോശമാ. അതേ 2 ഉണക്ക ബീട്രൂട്ടും പാതിച്ചേന് 501 മൊബൈൽ പോലും ഇല്ല. മുതലാളോട് പറഞ്ഞു നിർത്തും. കുറെ നാളായില്ലേ ഞാൻ പറഞ്ഞു നിർത്താൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ വിചാരിച്ചാലും നടക്കില്ല. അതെന്താ? കരാട്ടെ സുലൈമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുമില്ല. എന്നാ കേട്ടോ, കണ്ടോ? കാശ് പിരിക്കാൻ മുതലാളി തന്നെ ഏർപ്പാടാക്കിയതാ. എന്റെ ഈശോയെ. ഒരാഴ്ചക്കകം മുതലും പലിശ തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താ ശരിക്കും മനസ്സിലാക്കും. കേട്ടോ?